അനുഭവങ്ങളുടെ വൻകര താണ്ടിയ മലയാളത്തിലെ മഹാനായ എഴുത്തുകാരനാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബഷീർ. ഭാവനയ്ക്കപ്പുറമുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഏകാന്തമായ ചെറുദ്വീപുകളാണ് ബഷീറിൻ്റെ രചനകൾ. അനുഭവപരമായ സത്യസന്ധതയാണ് ബഷീർ സാഹിത്യത്തിൻ്റെ മുഖമുദ്ര. ചിലപ്പോൾ ചിരിപ്പിച്ചും അല്ലെങ്കിൽ കരയിപ്പിച്ചും നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മെ ശുദ്ധീകരിച്ചു. മറ്റൊരു പ്രസ്ഥാനങ്ങൾക്കും പതാക വഹിക്കാതെ സ്വയം ഒരു പ്രസ്ഥാനമായി, ഒരു തത്വദർശനത്തിൻ്റെ വക്താവായി മാറുകയായിരുന്നു ബഷീർ. പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം. 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവുശിക്ഷ അനുഭവിക്കുന്ന സമയത്താണ് ഇത് രചിച്ചത്. ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണിത്. കേശവൻ നായരും സാറാമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ. ആകാശമിഠായി കഥാപാത്രമാവുന്ന നോവലും ഇതുതന്നെയാണ്. ബാല്യകാല സഖി. ബഷീറിൻ്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ബാല്യകാല സഖി. മജീദും സുഹറയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന ഇവയൊക്കെ ബാല്യകാല സഖിയിൽ കഥാസന്ദർഭങ്ങളാകുന്നു. ബാല്യകാല സഖിയിലെ മജീദിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്നത്. ശബ്ദങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1947 ബഷീർ രചിച്ച നോവലാണിത്. ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇതിൻ്റെ രചന. സാധാരണ ബഷീർ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത് രചിച്ചിട്ടുള്ളത്. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കൃതിയാണിത്. ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടാർന്ന്. 1951 ബഷീർ ഈ നോവൽ രചിച്ചത്. കുഞ്ഞുപാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് ഈ നോവലിലെ പ്രമേയം. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പ്രശസ്തമായ ബഷീറിയൻ ഡയലോഗ് ഈ നോവലിലേതാണ്. കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മ കുഞ്ഞുതാച്ചുമ്മ പറഞ്ഞ ആനബീമ്പ് എന്ന പ്രയോഗം മലയാള സാഹിത്യ ചരിത്രത്തിൽ ഇന്നും ജനപ്രിയമായി തുടരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലായി ബഷീർ ഈ നോവലിനെ പരാമർശിക്കുന്നു. ആനവാരിയും പൊൻകുരിശും. രാമൻ നായരും തോമയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. രാമൻ നായർ ആനവാരി രാമൻ നായരായിരുന്നു. തോമ പൊൻകുരിശു തോമയുമായ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നാണ് ഇത്. 1959 ഇത് പ്രസിദ്ധീകരിച്ചത്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരുകൂടി ബഷീർ ഇതിന് നൽകിയിട്ടുണ്ട്. ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ രചിച്ച നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയാണ്. പേര് സൂചിപ്പിക്കും പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥാഗതി. പ്രകൃതിയെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്ന ഒരു നോവൽ കൂടിയാണ് പാത്തുമ്മയുടെ ആട്. മതിലുകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന കുറ്റത്തിന് തടവിലാക്കപ്പെട്ട ബഷീറിൻ്റെ ജയിലെ അനുഭവമാണ് മതിലുകൾ എന്ന നോവൽ. ബഷീർ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാവുന്നു. മറ്റൊരു കഥാപാത്രമാണ് നാരായണി. മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിലെ നാരായണിയെ ബഷീർ പരിചയപ്പെടുന്നു. പരസ്പരം കാണാതെ തന്നെ ഇരുവരും പ്രണയത്തിലാവുന്നു. ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇത് പിന്നീട് ചലച്ചിത്രമാവുകയും ചെയ്തിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനങ്ങളാണ് ഈ കഥയിൽ ബഷീർ പറയുന്നത്.
സാധാരണ പാചകത്തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലുള്ളത്. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി ബഷീർ നോക്കിക്കാണുന്നു. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. 3 പ്രധാന കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത്. മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർ, മുച്ചീട്ടുകളിക്കാരൻ പോക്കറിൻ്റെ മകൾ സൈനബ, മണ്ടൻ മുത്തപ്പ. സൈനബയുടെ സഹായത്തോടുകൂടി മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിൽ പോക്കറിനെ പരാജയപ്പെടുത്തുകയും പോക്കർ തൻ്റെ മകളായ സൈനബയെ മണ്ടൻ മുത്തപ്പയ്ക്ക് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്യുന്നു. ഇതാണ് കഥയുടെ സാരാംശം. ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് ഭൂമിയുടെ അവകാശികൾ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ ബഷീർ നൽകുന്നത്. ബഷീറും തൻ്റെ ഭാര്യ ഫാത്തിമ ബീവിയും ഇതിലെ കഥാപാത്രങ്ങളാവുന്നു. പക്ഷികളും ചിത്രശലഭങ്ങളും പാമ്പുകളുമൊക്കെ ഈ കഥയിൽ കടന്നുവരുന്നു.